ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ചയോടൊപ്പം വരും ദിവസങ്ങളൊക്കെ ആയിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മലയാളികൾ ഏറെ കാലമായിട്ട് കാത്തിരുന്ന സുരാജ് വെഞ്ഞാറമൂട് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ മധുരോഡിസ് എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഡിസംബർ മാസം ആദ്യത്തോടുകൂടി സ്ട്രീമിംഗ് നടത്തുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഡിസംബർ 6-ാം തീയതി ഈ ഒരു സിനിമയെ മനോരമ മാക്സ് വഴി കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കി മറ്റൊരു രണ്ടാമത്തെ ചിത്രം നോക്കിയാണ് പല്ലറ്റി 90 കിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ മലയാള സിനിമയാണ്. ഒക്ടോബർ മാസം തിയേറ്ററിലെത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ഡാവിഞ്ചി, മാസ്റ്റർ നീരജ് കൃഷ്ണ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രത്തിൽ അർജുൻ അശോകൻ, ബാലു വർഗീസ്, സജി കുറുപ്പ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിരുന്നിട്ടുണ്ടായിരുന്നു. ജിതിൻ രാജാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ മാസം തന്നെ മനോരമ മാക്സ് വഴി ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കി മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണ് ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രത്തെ കനകരാജ് എന്ന് പറയുന്ന സിനിമയുടേതാണ്. ചിത്രം നവംബർ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബർ മാസം ആദ്യത്തോടുകൂടി മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണ് ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ത്രയം എന്ന് പറയുന്ന മലയാള സിനിമയുടേതാണ്. ചിത്രം നവംബർ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബർ മാസം ആദ്യത്തോടുകൂടി മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നായിട്ടുള്ള ജോജു ജോർജ് ആദ്യമായിട്ട് രചനയും സംവിധാനം നിർവഹിച്ച പണി എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി പറയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ജോജുവിനൊപ്പം തന്നെ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ജുനൈസ്, സാഗർ, സൂര്യ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി അറിയിച്ചിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഡിസംബർ മാസം പകുതിയോടുകൂടി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുക. ചിത്രത്തിന്റെ സാറ്റർഡേ റൈറ്റ്സ് എല്ലാം തന്നെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു മലയാള ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ചാക്കോസിൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ബോഗൻവില്ല എന്ന് പറയുന്ന മലയാള സിനിമയുടേതാണ്. കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയ്, ഫഹദ് ഫാസിൽ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി അമരനീരത് അണിയിച്ചിരിക്കിയ ചിത്രം ഏകദേശം ബോക്സ് ഓഫീസിൽ 35 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഇപ്പോഴത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി അറിയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റിലീസ് നവംബർ മാസം അവസാനം, അതായത് ഈ വരുന്ന 29-ാം തീയതിയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഡിസംബർ മാസം ആദ്യ ആഴ്ചയോടുകൂടി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സാറ്റർഡേ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ഏഷ്യാനെറ്റ് ആണ്. അതോടൊപ്പം ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ആഴ്ച OTT റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം എന്ന് നോക്കിയാൽ ഇന്നത്തെ സർപ്രൈസ് OTT റിലീസ് ആയിട്ട് എത്താൻ പോകുന്ന ചിത്രം ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ദുൽഖർ സൽമാൻ, മീനാക്ഷി ചൗധരി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കി അറ്റൂരി രചനയും സംവിധാനവും നിർവഹിച്ച് ഒക്ടോബർ മാസം 31-ാം തീയതി ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. ചിത്രം 115 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി ഈ വരുന്ന നവംബർ മാസം 28-ാം തീയതി, അതായത് ഇന്ന് മിഡ് നൈറ്റ് ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുന്ന അറിയിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഇന്ന് മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന അമരൻ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുണ്ടായത്. ശിവകാർത്തിയൻ, സായി പല്ലവി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രക്ക് രാജ്കുമാർ പെരീസാമിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. 330 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് പറയാൻ അമരന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയുടെ OTT റിലീസ് നീട്ടി വെച്ചിരിക്കുകയാണ്. ലക്കി ഭാസ്കറിനൊപ്പം തന്നെ OTT എത്തേണ്ട ചിത്രമായിരുന്നു അമരൻ എന്ന് പറയുന്ന സിനിമ. ചിത്രം റിലീസിനെത്തി 4 ആഴ്ചകൾ പിന്നിട്ടതിന് ശേഷമായിരുന്നു ചിത്രത്തിന്റെ OTT റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചിത്രം വലിയൊരു സക്സസ് ആയിട്ട് മാറിയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് 2 ആഴ്ചത്തിനൂടെ നീട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസംബർ പകുതിയോടുകൂടി നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കവിൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ബ്ലഡി ബെഗർ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് ലഭ്യമായിട്ടുണ്ട്. ചിത്രം നാളെ മിഡ് നൈറ്റോടുകൂടി ആമസോൺ പ്രൈം വീഡിയോസ് സ്ട്രീമിംഗ് നടത്തുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ആയതെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ബ്ലഡി ബെഗർ എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. അപ്പൊ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.